സാഭിമാനം സാഹിത്യനഗരം. എന്റെ കോഴിക്കോട്. എഴുത്തുകാരിയായ ഡോക്ടർ ഖദീജ മുംതാസ്. 18ാമത്തെ വയസ്സിലാണ് ഞാനിവിടെ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടാണ് ഞാനിവിടെ എത്തുന്നത്. പക്ഷെ അതിനു മുമ്പേ തന്നെ കോഴിക്കോടുമായിട്ട് എനിക്ക് മാനസികമായിട്ടുള്ള ബന്ധമുണ്ട്. കോഴിക്കോട് വരുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ മനുഷ്യരെ പറ്റി, ഇവിടുത്തെ ചരിത്രത്തെ പറ്റി ഒക്കെ എനിക്ക് ഒരു ഏകദേശ രൂപമുണ്ടായിരുന്നു. വളരെ നർമ്മബോധമുള്ള മനുഷ്യർ, മനുഷ്യത്വമുള്ളവർ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഞാനും മലബാറുകാരിയാണ് എന്ന് ഞാൻ പറയും. കാരണം കൊച്ചിയുടെയും മലബാറിന്റെയും ഏകദേശം ബോർഡറിലാണ് ഞാൻ ജീവിച്ച ഗ്രാമം വരുന്നത്. കോഴിക്കോടിന്റെ വായനാ സംസ്കാരത്തിന് കുറെ വ്യത്യാസമുണ്ട്. ദേശീയ പ്രസ്ഥാനത്തിലൊക്കെ ഉൾപ്പെട്ട വലിയ വ്യക്തികളാണ് വാസ്തവത്തിൽ വായനശാലകൾ അതിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ളത്. ആദ്യത്തെ പൊതു വായനശാല ഉണ്ടാകുന്ന 1929-ലാണ്. ഇത്രയും നേരത്തെ ഇവിടെ ഒരു പൊതു വായനശാല ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അവിടെ വായിക്കുന്നു, അവിടെ ചർച്ചകൾ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ദേശീയ പ്രസ്ഥാനത്തിലും ഇടപെടുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് രാഷ്ട്രീയ ബോധവും അതിനോടൊപ്പം ഉണ്ടാകുന്നു. ഒരു പൊതുബോധം, പൊതുമണ്ഡലം ഉണ്ടാക്കിയെടുക്കുന്നത് ഈ വായനശാലകളാണ്. അതുപോലെയൊക്കെ തന്നെ എഴുത്തുകാരും, ധാരാളം എഴുത്തുകാരുള്ള ഒരു പ്രദേശം കൂടിയാണ് ഇത്. നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ MT-യെ പറ്റിയും NP മുഹമ്മദിനെ പറ്റി അവരുടെയൊക്കെ നോവലുകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ SK പൊറ്റക്കാട് സത്യം പറയുകയാണെങ്കിൽ ഇവിടത്തുകാരൻ തന്നെയായ എഴുത്തുകാരൻ എന്ന് പറയാൻ പറ്റുന്ന SK പൊറ്റക്കാടാണ്. ബാക്കിയുള്ളവരൊക്കെ വാസ്തവത്തിൽ വന്നവരാണ്. പക്ഷെ അവരിവിടെ വന്നതിന് ശേഷം അവർ ഇവിടത്തുകാരായിട്ട് മാറുന്ന അങ്ങനെ ഒരു അത്ഭുത രാസപ്രവർത്തനം കോഴിക്കോട് വരുമ്പോൾ ഉണ്ടാകുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കണ്ടിട്ടുള്ള ഡോക്ടർമാരടക്കം ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് പോകാൻ താല്പര്യപ്പെടുന്നില്ല. എന്നെ സംബന്ധിച്ചും ആ അർത്ഥത്തിൽ തന്നെയാണ് ഞാൻ അതിനെ എടുക്കുന്നത്. കുറച്ചുകൂടി ഭാവനാസമ്പന്നരായ മനുഷ്യരാണ് ഇവിടെയുള്ളത്. തീർച്ചയായിട്ടും കച്ചവടക്കാരും ഒക്കെ ഉണ്ട്. കച്ചവടക്കാരിൽ പോലും കലാകാരന്മാർ, സംഗീതപ്രേമികൾ, വായനക്കാർ ഉള്ളൊരു പ്രദേശമാണ്. ഇപ്പൊ ബാബുരാജിനെ പോലെയുള്ള സംഗീതജ്ഞരെയൊക്കെ വളർത്തിക്കൊണ്ടുവന്ന ഒരു സംസ്കാരം കൂടി കോഴിക്കോടിന്റേതാണ്. അതുപോലെ തന്നെ വായനയും അതേ രീതിയിൽ തന്നെ എടുക്കുന്ന ഒരു സമൂഹമാണ്. KT-യെ പോലെയുള്ള ഒരു വലിയ നാടക സംവിധായകൻ, ധാരാളം നാടക കൃത്തുക്കളുടെയും അതേപോലെ നാടക കലാകാരന്മാരുടെയും കൂടി ഒരു പ്രദേശമാണിത്. പിന്നെ ലൈബ്രറികളെ സംബന്ധിച്ചാണെങ്കിൽ അത്രമാത്രം വായനശാലകൾ ഇവിടെ ഉണ്ട്. കോഴിക്കോടിന്റെ ലിറ്ററേച്ചർ സിറ്റി ആകുന്നതിന് മുമ്പുള്ള സർവേകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് അത്രയധികം 1.5 കിലോമീറ്ററിൽ ഒരു വായനശാലയുള്ള പ്രദേശമാണിത്. കോർപ്പറേഷൻ പരിധിയിൽ തന്നെ 545 ലൈബ്രറികൾ ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. തിക്കൊടിയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ വായനശാലകൾ ഇങ്ങനെ വരാൻ തുടങ്ങി, വായിക്കാൻ തുടങ്ങിയപ്പോ ഗ്രാമങ്ങളിലൊക്കെ ബീഡി വലിച്ചും ബീഡി പറഞ്ഞും ഇരുന്നിരുന്ന ചെറുപ്പക്കാരൊക്കെ വളരെ ഊഷ്മളമായിട്ട് വായനയിലും ചർച്ചകളിലും ഒക്കെ പങ്കെടുക്കുകയും വലിയൊരു മാറ്റം, ഒരു ഗ്രാമത്തിന്റെ ഉണർവ് ഉണ്ടായത് ആ ഒരു സംസ്കാരം വന്നതിന് ശേഷമാണ്. അങ്ങനെ അവരൊക്കെ ഈ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കൂടി ഹൃദയപൂർവ്വം വരുന്ന ഒരു രീതി കൂടി ഈ മലബാർ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. നമ്മൾ കോഴിക്കോടിനെ പറ്റി എപ്പോഴും പറയുമ്പോൾ ഒരു കാര്യം, അതായത് ലിറ്ററേച്ചർ സിറ്റി എന്നുള്ള നിലയിൽ നമ്മൾ പറയുന്ന ഒരു കാര്യം കോലായ ചർച്ചകളെ പറ്റിയാണ്. തീർച്ചയായിട്ടും നമ്മുടെ വലിയ എഴുത്തുകാർ അവര് കൂടിയിരുന്ന് തങ്ങളുടെ തന്നെ കൃതികളെ ചർച്ച ചെയ്യുകയും പരസ്പരം കളിയാക്കുകയും പരസ്പരം തിരുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹിത്യ സംസ്കാരം കോഴിക്കോടുണ്ട്. പൊതുവേ കോഴിക്കോടൻ സംസ്കാരത്തിൽ വായനയുടെയും സംഗീതത്തിന്റെയും ഒക്കെ ഒരു സംസ്കാരം ഉണ്ട്. ഇവിടെ ഒരു ജനകീയമായിട്ടുള്ള ഒരു വായനയുടെയും സാഹിത്യത്തിന്റെയും സംഗീതത്തിന്റെയും ഒക്കെ ഒരു സംസ്കാരമുള്ള ഒരു പ്രദേശം ആണ്. ലിറ്ററേച്ചർ സിറ്റി എന്ന് പറയുമ്പോൾ വിശകലനം ചെയ്യാനുള്ള ഒരു സാധ്യത കൂടി കോഴിക്കോടിന് കിട്ടിയ ഈ ഒരു പദവി ഉപയുക്തമാവുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കോഴിക്കോട്ടുകാരി എന്ന നിലയിൽ അഭിമാനിക്കുന്നു. സാഭിമാനം സാഹിത്യനഗരം. സാഭിമാനം സാഹിത്യനഗരം ഇനി ബുധനാഴ്ച രാവിലെ 7:10.